അല്ലെങ്കിൽ ഹലോ, അപ്പം നമ്മുടെ ഗോവ ട്രിപ്പ് ഇവിടെ ഒരു പകുതി ഭാഗം കൂടി ആയിട്ടില്ല. സമയം ഇപ്പോൾ എത്ര മണിയാണ്? ഒരു 10 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. 10:30, സമയം 10:30. അപ്പം ഞങ്ങളിവിടെ ഒരു സതാര പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ ഞങ്ങൾ ഒന്ന് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് പോകുന്നത്. ഇനി ഞങ്ങൾ അടുത്ത 2 മണിക്കൂർ ആകുമ്പോൾ ഒരു 50 കിലോമീറ്റർ വെച്ച് ഞങ്ങൾ നിർത്തിയുന്ന റെസ്റ്റൊക്കെ 10 മിനിറ്റ്. ഹായ്, അപ്പം ഞങ്ങൾ ഇവിടെ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് 2 hours നിർത്താതെ വണ്ടി നിർത്തിയിട്ടില്ല, എവിടെയും നിർത്തിയിട്ടില്ല. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ടേസ്റ്റ് ഹോട്ടലിൻ്റെ അടുത്താണ് നിർത്തിയത്. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലോക്കൊക്കെ ഇങ്ങനെ ഫുള്ളൊന്ന് കയറി വന്നപ്പോഴത്തേക്കും ഞങ്ങളിവിടെ ആദ്യം എത്തി. പക്ഷെ അവരെ കാണുന്നില്ല. അവർക്ക് ഒരു 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഫുഡ് കഴിക്കാൻ ടൈം ആയോ എന്ന് വെച്ചാൽ 12:30 ആയിട്ടേ ഉള്ളൂ. വിശക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ ലൊക്കേഷൻ ഇട്ട് വന്നതാണ്. അപ്പം ഈ ഒരു ഹോട്ടലിൽ നല്ല റിവ്യൂ ഒക്കെ കണ്ട് വന്നതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കാം. ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെ നമ്മൾ എവിടെ ഇനി മുന്നോട്ട് ഏതാളുള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമായിരുന്നു ഇത്. പിന്നെ പൂനെ ടു ഗോവ റൈഡ്. ഞാൻ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഫുൾ. പിന്നെ ഈ റൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഞാനും ഏട്ടനും പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി റൈഡ് പോകണമെന്നുള്ളത്. ഏട്ടൻ മുന്നേ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഭയങ്കര ഒരു ത്രില്ലിങ്ങാണ്, ഫുൾ ത്രില്ലിങ്. പക്ഷെ ഇതുവരെയാണ് ഞാനൊന്ന് എനിക്കങ്ങനെ ടയർഡ്നെസ് തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ അവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഇത് നമ്മൾ ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. Chasing skies I've never named, but I'll stay with something in the way she moves keeps pulling at my chain. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, 3:45 ഞങ്ങളിപ്പോൾ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വ്യത്യസ്തമായ ഒരു കാഴ്ചകളും നല്ല രസമുണ്ട്. ഇതെന്താ പറയുക, ഇവിടുത്തെ വഴികൾ, ആൾക്കാരെ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈല് ഒക്കെ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചുറ്റിനുള്ള ഫുള്ള് ഇപ്പൊ കാറ്റാടിയാണ്. ഞങ്ങളിപ്പോ അനസ്കുരാഗഡ് റോഡിൽ കൂടെയാണ് പോകുന്നത്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള, ഞങ്ങൾ ഇതുവരെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇതില് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയിട്ട് കാണാം. കുറെ കാറ്റാടിയൊക്കെ ചുറ്റിനുണ്ടായിരുന്നു. carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your wandering dance. Maybe next year in Madrid, or on some quiet mountain ridge.
see you turn, and I'll be brave. But what if courage comes too late? Oh, traveler, the world is your open gate, and I just stood afraid of fate. If I don't take that step today, you'll vanish with the train, and I'll never see your smile again. സമയം 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഒരു വഴി കൂടെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ വഴി എന്തായാലും നല്ല രസമുണ്ട്. നല്ലൊരു ഗ്രാമ പ്രദേശം, നല്ല ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു കയറ്റവും ഇറക്കവും വെറുതെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ കറക്റ്റ് വഴിയാണോ എന്നുള്ളത് എന്തായാലും ഗൂഗിൾ മാപ്പിന്റെ വഴി തീരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ പോകും. അത് എവിടെ എത്തുന്നതെന്ന് നോക്കട്ടെ. മോനെ സൂര്യനെ നോക്ക്. ആ ഏത് വഴിയോ എന്തോ. കാട്ടിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു. ശരിക്കും She won't be here. വഴി തെറ്റിയതാണോ കറക്റ്റായിട്ടുള്ള വഴി കാണും. Leaving behind what I hold inside. If I don't ask your name today, I may never get the chance to ഞാൻ ഇറങ്ങി walk തുറക്കാം. beside your wandering man. Maybe next year in Madrid, or on some quiet mountain ridge. ഹായ്, അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. ഞാനും ഏട്ടനും റൂമിലെത്തി. പക്ഷേ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള 2 ടീംസ് എത്തിയിട്ടില്ല ഇതുവരെ. അവർ ഒരു 1 hour ലേറ്റ് ആണ്. ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ഈ റൂം ഇപ്പോഴാണ് ഇത്ര നീറ്റായിട്ട് കിടക്കുക. കാരണം എല്ലാ പടകളും കൂടി വന്നു കഴിഞ്ഞാൽ ഈ നീറ്റ്നെസ് ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ഇത് മാറി മറിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു രസം തോന്നി. ഭയങ്കര ഒരു നീറ്റായിട്ട് നല്ലൊരു അടിപൊളി റൂമാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഹോം ടൂർ കാണിച്ചു തരാം. ഫസ്റ്റ് റൂം തുറന്നു വരുമ്പം ഇത് ലിവിങ് ഏരിയ ആണ്. ദെൻ ലിവിങ് ഏരിയൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിച്ചൺ ഉള്ളത്. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ നമ്മൾ ഗേൾസിന് ഞാൻ പറഞ്ഞത് ഈ റൂമാണ് വേണ്ടതെന്നാണ്. പിന്നെ ബോയ്സിന് ഈ റൂമാണ്. അപ്പോൾ ഇവരെ റൂം ആദ്യം ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോകുന്നത് ഗേൾസിൻ്റെ, അതായത് ഓക്കെ ഞങ്ങളുടെ റൂമിലേക്കാണ്. നല്ല നീറ്റായിട്ട് ഇപ്പം റൂമുണ്ട്. ദെൻ ടോയ്ലറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ടോയ്ലറ്റ് നല്ല ക്ലീൻ ടോയ്ലറ്റാണ്.
see your smile again. 125 കിലോമീറ്റർ നിർത്താതെ വണ്ടി ഓടിച്ച് ഒരു സ്റ്റോപ്പിൽ പോലും ഒരു സ്ഥലത്ത് പോലും ഒന്നും ഇറങ്ങിയില്ല. 125 കിലോമീറ്റർ ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് കഴിച്ചോണ്ടിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ട്